പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ടേമിൽ നമ്മൾ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി പാഠപുസ്തകങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ വീഡിയോസായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 5ാം ക്ലാസ്സിൽ ഹിന്ദി തുടങ്ങിയായിരുന്നു. ഹിന്ദി 1-2 പാഠങ്ങൾ, അതായത് ആദ്യത്തെ യൂണിറ്റിലെ 1-2 പാഠഭാഗങ്ങളൊന്നും പറഞ്ഞായിരുന്നു. പിന്നീട് നമുക്കൊരു സമയക്കുറവ് വന്നപ്പോൾ നമുക്ക് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ടേമിൽ അതിനോടൊന്ന് ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ഈ രണ്ടാമത്തെ യൂണിറ്റ്, അതായത് ഇക്കായി ആണല്ലോ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് മുതൽ അതിന് കൂടി ഒന്ന് എൻ്റെ സമയം നോക്കിയിട്ട് ഹിന്ദി പാഠത്തിലെ ചില കാര്യങ്ങൾ കൂടി വീഡിയോ ആക്കി ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ തുടക്കമായിട്ടാണ് ഇതെന്ന് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഖുഷിക്ക് ഖുഷി എന്ന പാഠം. അപ്പോൾ ഇതിൻ്റെ കുറേ ബേസ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് അക്ഷരങ്ങൾ ചിഹ്നങ്ങളായി മാറുന്നത്, പിന്നെ ലേഖനം, വാചൻ, ലേഖൻ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ് കാണും. അപ്പോൾ ചെറിയ ചില വ്യാകരണങ്ങൾ, അതായത് വിഭക്തി പ്രത്യയങ്ങൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കേണ്ട ചില ഭാഗങ്ങളായിരുന്നു ഒന്നാമത്തെ യൂണിറ്റിൽ. പിന്നെ നിറങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു പരീക്ഷയ്ക്ക് വന്നത്. എല്ലാവർക്കും അതിന് മുമ്പായിട്ട് പറയട്ടെ, എല്ലാവർക്കും നല്ല ഗ്രേഡൊക്കെ കിട്ടിക്കാണും. ഹിന്ദി എന്നത്ര സിമ്പിളായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഹിന്ദി പാഠഭാഗത്തിൻ്റെ കൂടെ ചെറിയ ഒരു വിശദീകരണം കൂടി ഉള്ള വീഡിയോസ് കൂടി ഇടണമെന്ന് ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം കൂടി അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ട് അത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു തരുമല്ലോ. അപ്പോൾ സിജു വേൾഡിൻ്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒന്ന് തുടങ്ങി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, അതായത് നമ്മൾ ചിത്രവാചൻ എന്നൊരു പ്രവർത്തനത്തെക്കുറിച്ച് ആദ്യകാലത്തെ വീഡിയോയിൽ ഞാൻ ഹിന്ദിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ചിത്രവാചൻ എന്നൊരു ചിത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിവരിക്കുമ്പോൾ ആദ്യം ചിത്രത്തിൽ എന്തൊക്കെയാണ്, ചിത്രം എങ്ങനെയാണ്, ചിത്രം മനോഹരമാണ് അല്ലേ, അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ ചിത്രത്തിലെ മറ്റ് വാചകങ്ങളായിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഒരു ഏകദേശ രൂപം നമ്മൾ കണ്ടെത്തി പറയാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാത്തിനെക്കുറിച്ച് സ്വന്തമായിട്ട് തന്നെ ഒരു വിവരണം തയ്യാറാക്കാനുള്ള ആദ്യ പാഠങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിത്രവാചനിൽ ആദ്യം നമുക്ക് എന്ത് പറയാം? യഹ് ഏക് സുന്ദർ ചിത്ര. നിങ്ങൾ തൽക്കാലം പറയാൻ പഠിക്കൂ. യഹ് ഏക് സുന്ദർ ചിത്ര ഹേ. ചിത്രമേം എന്നൊരു സാധനം അവിടെ ഞാൻ പറഞ്ഞു. അതാണ് വിഭക്തി പ്രത്യയം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നേക്കോ സേ മേം പർ കാ കേ കി കേലിയെ. ഇത്രയും എണ്ണം നമ്മുടെ വിഭക്തി പ്രത്യയങ്ങളിൽ ഉൾപ്പെടുന്നതാണത്. നിങ്ങൾ ബേസായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാര്യം നമുക്കൊരു വാക്കുകൾ ചേർത്ത് വാചകങ്ങൾ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് ഈ വിഭക്തി പ്രത്യയങ്ങൾ. അതിലൂടെ മേം എന്ന് പറഞ്ഞാൽ അതിൽ ഇൽ എന്ന അർത്ഥമാണ്. അപ്പം യഹ് ഏക് സുന്ദർ ചിത്ര ഹേ, അതായത് ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന അർത്ഥം വരുന്ന യഹ് ഏക് സുന്ദർ ചിത്ര, അത് നമ്മൾ ചിത്രവാചനിൽ ആദ്യം പറയേണ്ട വാക്കാണ്. അതിനുശേഷം ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് നമുക്ക് എഴുതാം. ചിത്രത്തിൽ ചിത്രമേ എഴുതി മേളിൽ ഒരു വരയിട്ടൊരു കുത്തച്ചിത്രമേം. പർവ്വതം പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പഹാഡ്, നദിയിൽ എന്തുണ്ട്? മച്ചലി പറഞ്ഞാൽ മീൻ. പിന്നെ മരമുണ്ട്, പേട്. ഘറുണ്ട്, വീട് അല്ലേ. പിന്നെന്താ ഉള്ളത്? നദി പറഞ്ഞു, മച്ചലി പറഞ്ഞു, പൂച്ചയുണ്ട്. കഴിഞ്ഞ പാഠത്തിൽ നമ്മുടെ നായ്ക്കുട്ടിയായിരുന്നു, പിള്ളയായിരുന്നു. ഇപ്രാവശ്യം ബില്ലിയാണ്, പൂച്ച, ബില്ലി. പിന്നെ വേറൊരു സാധനം ഉണ്ട് അവിടെ, പശു അല്ലേ, ഗായ്. പശുവിന് പറയുന്നത് ഗായ്. കാളയുണ്ട്, ഇതിൽ കാളയില്ല, കാളയ്ക്ക് പറയുന്നത് ബൈൽ എന്നാണ് അല്ലേ. ഇവിടെ ഗായ്. പിന്നെ ഖേത്തുണ്ട്, വയലല്ലേ കാണുന്നത്, വയലാണെന്ന് തോന്നുന്നു, വയലുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റിൽ എന്താ എഴുതും? ആദി, ഹൈം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പണ്ട് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആദി എന്ന് പറഞ്ഞാൽ എക്സെട്ര മുതലായവ, ആദി, ഹൈം. ഇത്രയും പറയുമ്പോഴത്തേക്കിനും ഒരു ഭാഗം കഴിഞ്ഞു. ഇത് ചിത്രവാചനിലെ ഒരു ഭാഗം കഴിഞ്ഞു. ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.
ഈ ഹിന്ദി പാഠഭാഗങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുമല്ലോ അല്ലേ? അപ്പം ശരി.